ഇതെൻ്റെ ഫോണിൻ്റെ ഫയൽ മാനേജറാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നറിയാലോ. 512 GB വേർഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം 493.5 GB ഉണ്ട് ഇൻറ്റേർണൽ സ്റ്റോറേജ്. അപ്പോൾ ഫ്രീ എന്ന് പറയാനായിട്ട് ഏകദേശം ഒരു 18 GB മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെമ്മറി ഫുള്ളാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സാധാരണ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ കിടക്കും? റീസൈക്കിൾ ബിന്നിൽ വന്ന് കിടക്കും അല്ലേ? നമുക്ക് അവിടെ പോയിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് ഫുള്ളായിട്ട് ഡിലീറ്റ് ആകുന്നു. വേറെ പെയ്ഡ് സോഫ്റ്റ്വെയർ ഒന്നും ഉപയോഗിക്കാത്ത പക്ഷം നോർമൽ നമുക്ക് അത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കാറില്ല, ശരിയല്ലേ? പക്ഷേ ഇതിനകത്ത് വേറൊരു അപകടമുണ്ട്. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് നമ്മൾ ആദ്യം മാനേജ് സ്റ്റോറേജ് എടുക്കുക, അത് മനസ്സിലാകാനായിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് റിക്കവറായി വരും എന്നല്ല. പക്ഷേ ചില ഫയൽസ്, അത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ചില ഫയൽസ് ഇതിനകത്ത് തന്നെ ഹൈഡായിട്ട് കിടക്കും. അത് നമുക്ക് പലർക്കും അത് പലപ്പോഴും കാണാൻ സാധിക്കത്തില്ല. ഫോർമാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പോകും. ഫോർമാറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ സാധാരണ ഡിലീറ്റ് ആയി എന്ന് വിശ്വസിക്കുന്ന ചില ഫയൽസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഫോണിനുള്ളിൽ തന്നെ ഉണ്ടാവും. അത് സാംസങ് യൂസേഴ്സിനാണ് കേട്ടോ ഈ ഒരു പ്രോബ്ലം ഉള്ളത്. വേറെ ഫോണുകൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ല. നിങ്ങൾക്ക് ഫയൽ മാനേജറിൽ ഇതേ UI ആണെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഞാനിത് എടുക്കുകയാണ് കേട്ടോ. ഞാൻ എവിടെ നിന്നാണ് എടുത്ത് ഒന്നുകൂടെ കാണിച്ചു തരാം. താഴോട്ട് നോർമൽ ഫയൽ മാനേജർ എടുക്കുക, താഴോട്ട് സ്ക്രോൾ ചെയ്യുക, മാനേജ് സ്റ്റോറേജ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഒന്ന് ലോഡാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എങ്ങനെ വരും? അപ്പോൾ എല്ലാവരും ഒന്നും ഇത് ഇങ്ങനെ നോക്കിയൊന്നും വരത്തില്ല. ഇതറിയാവുന്നവരും ഉണ്ടാകും. ഇതറിയത്തില്ലാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ വീഡിയോ കേട്ടോ. ഇനി നിങ്ങൾ ഈ ഷോ മോർ എടുക്കുക. ഇതിനകത്ത് കുറേ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഉണ്ട്, ലാർജ് ഫയൽസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫോൾഡറിലോട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി മാറ്റി വെച്ചിരിക്കുന്നതാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസൊക്കെ. ഇനി ഷോ മോർ കൊടുക്കുക. ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നില്ല കേട്ടോ. റിവ്യൂ ഇൻസ്റ്റാളേഷൻ ഫയൽസൊക്കെ ഉണ്ട്. അതായത് ഞാൻ ചില APK ഫയൽസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് കുറേ സംഭവങ്ങൾ കാണുന്നില്ല. എന്തൊക്കെയാണ്? എൻ്റെ 96% ഇവിടെ ഫുള്ളാണ്. എന്തൊക്കെയുണ്ട്? വീഡിയോസ് 235 GB ഉണ്ട്, ഇമേജ് ഉണ്ട്, ഓഡിയോ ഫയൽസ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട്, ഇൻസ്റ്റലേഷൻ ഫയൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറെ സംഭവം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. എന്താണ്? അതർ ഫയൽസ്. ഓക്കെ, ഇതാണ് പ്രോബ്ലം. അപ്പോൾ പെട്ടെന്ന് ആരും അങ്ങനെ നോക്കിയെന്ന് വരത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇതിനകത്ത് ഒരു ഹ്യൂജ് ഡാറ്റ ഉണ്ടായിരുന്നു, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ നോക്കുന്ന സമയത്ത്. ഇപ്പം നമുക്ക് നോക്കാം. ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് റീസൈക്കിൾ ബിന്നിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത കുറേ ഫയൽസാണിത്. ഓക്കെ, അപ്പം ഇതിനകത്ത് 357 MB ഫയൽസ് കിടപ്പുണ്ട്. കുറേ ഉണ്ട്. സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് കുറേ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നോർമൽ നമ്മുടെ ഫോണിൽ ഫയൽ മാനേജറിൽ നമ്മൾ നോക്കിയാൽ കാണില്ല, ബൈ ഫോൾഡേഴ്സിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണത്തില്ല. അതുപോലെ നമ്മൾ ഗാലറി നോക്കിയാൽ ഈ ഫയൽസ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ആയി എന്ന് വിശ്വസിച്ച് മറ്റൊരാളുടെ കയ്യിലോട്ട് ഫോൺ നൽകി എന്തെങ്കിലും ചെയ്താൽ ഇത് ഇതിനകത്ത് കിടക്കും. അതറിയാവുന്ന ആൾക്കാർക്ക് അത് കളക്ട് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം മാനേജ് സ്റ്റോറേജ് വരിക. ഇത് ആദ്യം ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്. ഷോ മോർ കൊടുക്കുക. ചിലപ്പോൾ ലോഡായി വരാൻ ഇത്തിരി താമസം എടുക്കുക. എന്നിട്ട് നിങ്ങൾ പതുക്കെ സൂക്ഷിച്ച് അതർ ഫയൽസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് നോക്കുക കേട്ടോ. ഇതുണ്ടോ? ഇൻവിസിബിൾ ബാക്കപ്പ് എന്ന രീതിക്ക് കിടക്കും. അപ്പോൾ ഇതിനകത്ത് പെൻഡിങ് ഫയൽസ്, അൺകാറ്റഗറൈസ്ഡ് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതിനകത്ത് ഓൾ ആയിട്ട് എടുക്കുക. എന്നിട്ട് സെലക്ട് കൊടുക്കുക, സെലക്ട് ഐറ്റംസ് ഓൾ. അപ്പം ആദ്യമൊന്നും ഒന്നൊന്നും വരത്തില്ല. ചിലപ്പോൾ ഇത് ഓൾ കൊടുക്കുമ്പോൾ ഓൾ സെലക്ട് ആയൊന്നും വരില്ല. നിങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഞാൻ എല്ലാം സെലക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ചായിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ എല്ലാം ഓരോന്നായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചില സമയത്ത് നമ്മൾ സെലക്ട് ചെയ്താൽ ഓൾ മാർക്കൊന്നും വർക്കാകത്തില്ല. അപ്പോൾ സെലക്ട് ചെയ്ത് കുറച്ച് ടൈം പോകുന്നതുകൊണ്ടാണ് ഞാനത് മാർക്ക് ചെയ്ത് കാണിക്കാത്തത്. എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഡിലീറ്റ് ചെയ്യാം. ഇത് നോക്കൂ. അതായത് നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ ഗ്യാലറിയിലോട്ട് വീണ്ടും നമുക്ക് റിവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. ക്ലിയർ ആയില്ലേ? അതായത് ഇത് റീസൈക്കിൾ ബിന്നിലോട്ടല്ല ഈ ഫയൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുന്നത്, മറ്റൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്റ്റോറേജിലോട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഒന്നുകൂടെ ഒന്ന് സേഫ് ആക്കുന്നു. ഓക്കെ, എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് റീഫ്രഷ് അടിച്ച് കഴിയുമ്പോൾ സംഭവം പൊക്കോളും കേട്ടോ. ചിലപ്പോൾ ഇത്തിരി ലോഡായി വരാൻ ഇത്തിരി താമസം എടുക്കും. കാരണം മെമ്മറി എൻ്റെ ഇത്രയും ഫുള്ളാണ്, അതുകൊണ്ടാണ് ഇത്രയും താമസം എടുക്കുന്നത് സാധാരണ രീതിക്ക്. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും ലോഡായി വരാൻ ഒത്തിരി ടൈം എടുത്ത് കഴിയുമ്പോൾ ബാക്ക് അടിച്ച് വിടും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാസ്ക് ക്ലിയർ ചെയ്യുക, റാം ബൂസ്റ്റ് ചെയ്യാനൊക്കെ പോകും. പക്ഷേ അതിന് ചെയ്യരുത്. നമ്മൾ വെയിറ്റ് ചെയ്യുക, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. കുറേ നേരം നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ വീണ്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് നേരം ആയി എന്നിട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. ബാക്കി അടിച്ചിട്ട് റാം ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് വരാം.
ഓക്കെ, ഞാനൊന്ന് റാം ഒന്ന് ബൂസ്റ്റ് ചെയ്തു, ടാസ്ക് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വരുന്നുണ്ട്. വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ കുറച്ച് ലോഡിംഗ് ടൈം കാണിക്കും. ഒരു 10-20-30 സെക്കൻഡ് ഇങ്ങനെ ലോഡാകാൻ ടൈം എടുക്കും. മാനേജ് സ്റ്റോറേജ് കൊടുക്കും. കാരണം ഇതെല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് ഫോണിന് നമ്മളെ കാണിക്കണം എത്ര GB ഫ്രീ ഉണ്ട്, എത്രയായി ഫുള്ള്, എല്ലാ കാര്യങ്ങളും കാണിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക ക്ഷമയോടെ. വന്നു, വീണ്ടും അതർ ഫയൽസ് എടുത്തു. വീണ്ടും ഇതിനകത്ത് എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് നോക്കണ്ടേ? കുറച്ച് മുമ്പത്തെ പോലെ തന്നെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്ലീനിങ് സക്സസ് ആയിട്ടുണ്ട്. നോ ഇൻവിസിബിൾ ബാക്കപ്സ് എന്നാണ് കാണിക്കുന്നത്. കുറച്ച് ടൈം എടുത്തു കേട്ടോ ലോഡിങ്. നമ്മൾ ക്ഷമയോടെ തന്നെ നോക്കിയിരിക്കണം. ഒന്ന് ബാക്ക് അടിക്കുക, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇത് ഡേറ്റയുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആണ് എന്നൊക്കെയാണ് സാംസങ് അവകാശപ്പെടുന്നത്. പക്ഷേ എനിക്ക് ഒട്ടും സേഫായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ ഡിലീറ്റ് ആയി എന്ന് വിശ്വസിക്കുന്ന ഫയൽസ്, അല്ലെങ്കിൽ നമ്മൾ റീസൈക്കിൾഡ് ബിന്നിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന ഫയൽസ് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഇപ്പോൾ ഫയൽ മാനേജറിൻ്റെ ഒരു ഭാഗത്ത്, ഈ ഫയൽ മാനേജറിൻ്റെ ഈ ഭാഗത്ത് ഈ സംഭവം ഇത് സേവ് ചെയ്ത് വയ്ക്കും. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫയൽസ് തന്നെയാണ്. അതൊരിക്കലും ഒരു യൂസറിൻ്റെ പ്രൈവസീനെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് മുമ്പിൽ സംഭവം ഷെയർ ചെയ്ത്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊരു 90% ആൾക്കാർ കണ്ടിട്ടുണ്ടാകത്തില്ല സാംസങ് ഉപയോഗിക്കുന്നവർ. ഇപ്പോൾ S23 അൾട്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി മോഡലുകളിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഡൗട്ട് ഉള്ളത്, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.